ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ ചിക്കൻ ചുക്ക എന്നൊക്കെ പറയും. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് പെട്ടെന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ആദ്യം തന്നെ സവോള ഒരു 2-3 സവോളയാണ് ചെറുത്, ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവോളയാണ് കേട്ടോ ഞാൻ എടുത്തത്. കരിഞ്ഞു പോവാതെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമ്മുടെ സവോളയൊക്കെ നല്ലോണം കളർ മാറി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയിലയും ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഒരല്പം ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഒരു നാരങ്ങയുടെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ലൈം ജ്യൂസ് ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഒന്നുകൂടി സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടി കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം തിരുമ്മി യോജിപ്പിക്കണം. അതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ വരിക. അപ്പോൾ അത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരിത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മൾ എണ്ണ ചൂടാക്കി ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് ഈ ഒരു ചിക്കൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരല്പം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓവറായിട്ട് ഒഴിക്കേണ്ട, ഒരു പാകത്തിന് ഒഴിച്ചാൽ മതി. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം.
അപ്പം നമ്മുടെ ചിക്കൻ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒന്ന് വെള്ളം വറ്റി വരുമ്പോൾ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് ഗ്രേവി പോലെ ആയി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി അടുപ്പത്ത് വെച്ച് വേവിക്കാം. അപ്പോൾ അത് ഫൈനലായിട്ട് ഈ ഒരു ലുക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് പിന്നെ തക്കാളിൻ്റെ എല്ലാത്തിൻ്റെ മല്ലിച്ചപ്പിൻ്റെ എല്ലാം കൂടി ടേസ്റ്റ് ആകുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. താങ്ക് യു.